എല്ലാവർക്കും ഈസ്റ്റർ തിരുനാളിൻ്റെ ആശംസകൾ. ഈസ്റ്ററൊക്കെ അല്ല, അപ്പോൾ ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് ഇന്നൊരു താറാവ് കറിയാണ് ഞാൻ ചെയ്യുന്നത്. താറാവ് പാൽക്കറി. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വട്ടയപ്പം, ഇടിയപ്പം, നൂൽപുട്ട് അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു കറി. അപ്പോൾ ഇത് താറാവിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കനും ഇതേ സ്റ്റൈലിൽ തന്നെ ചെയ്യാം. താറാവിൻ്റെ അത്രയ്ക്കും സമയം വേണ്ടാന്ന് മാത്രം. അതേപോലെ കുക്കറിലും ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കനാണെങ്കിൽ. ഞാനിതിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാൻ ഇവിടെ 1.25 കിലോൻ്റെ താറാവാണ് എടുത്തേക്കണേ. ഇതിൽ നിന്ന് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പോകാനില്ല, എന്നാലും നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു 1.5 കിലോ. അപ്പോൾ ഇത് 1.5 കിലോ താറാവ് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തേക്കണത്. വെളുത്തുള്ളി ചതച്ചത് 10 അല്ലി, കുറച്ച് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടിരിക്കണേ. പിന്നെ 3 സബോള സ്ലൈസ് ചെയ്ത് വേണം, പിന്നെ ഒരു 3 ഏലക്ക, 10 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 6 ഗ്രാമ്പു, പിന്നെ ഒരു തേങ്ങയുടെ പാല്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തലപ്പാൽ, 2 കപ്പ് രണ്ടാം പാൽ, 1 കപ്പ് മൂന്നാം പാൽ എടുത്തേക്കണത്. പിന്നെ ഞാനിതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിൽ നുറുക്കിയത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഒന്ന് ചതച്ചെടുക്കാം. അത് ഇതിലേക്ക് താറാവിലേക്ക് ഇട്ടു. അതിനോടൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ചെടുക്കുക, കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി. വിനാഗിരി താറാവിന് ബെസ്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഇപ്പോൾ അരമണിക്കൂറായി. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇടാം. അതിൽ മൂന്നാം പാൽ നമുക്കിതിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഈ താറാവ് ഇവിടെ ഞങ്ങൾക്കിത് കിട്ടുന്നതിന് അധികം വേവില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് വയ്ക്കുന്നില്ല. ഇപ്പം നാടൻ താറാവ് ആണെങ്കിൽ വെയിറ്റ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് വെച്ച് ഞാൻ കുക്കർ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ താറാവ് ഇപ്പോൾ ഒരു പകുതി കൂടുതൽ വെന്തിട്ടുണ്ട്. പിന്നെ ആ വെയിറ്റ് കൊണ്ടിരിക്കുമ്പോൾ അതൊരു 3/4 ഭാഗത്തോളം വേവാവും. ഇനി നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സബോള അരിഞ്ഞതിട്ട് വഴറ്റാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് സബോള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാനായിട്ട്. കൂടുതൽ ഉപ്പിടരുത്, നമ്മൾ താറാവിൽ ഓൾറെഡി ഉപ്പിട്ടേക്കണത്. സബോള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ആദ്യം ഇടാത്തത് നമുക്കത് കരിഞ്ഞ ടേസ്റ്റ് വരരുത്. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഒനിയൻ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റാം. അതായത് ഇപ്പോൾ ഗോൾഡൻ കളറായി.
ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊരു 5-6 സെക്കൻഡ് ഒന്ന് വഴറ്റുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പാലുകറിക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റുക. ചെറിയ തീയിൽ ചെയ്യണതെല്ലാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലകൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒരു 25-30 സെക്കൻഡ് ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഞാൻ കുക്കർ തുറന്നു. താറാവ് പകുതി കൂടുതൽ വേവായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഈ തക്കാളിയിലേക്ക് ഇതിൽ നിന്ന് ഈ താറാവ് വേവിച്ച വെള്ളം അത് കുറച്ചേച്ച ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് അതിൽ കുക്ക് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഗ്രേവി നല്ല കൊഴുപ്പിന് കിട്ടും. നമ്മൾ ഡയറക്റ്റ് ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടില്ല. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം 25-30 സെക്കൻഡ് കുക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്പൂൺ വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല കൊഴുപ്പായി. ഇനി നമുക്ക് ആ താറാവ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം താറാവിനകത്തുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന കറക്റ്റ് ടൈമിന് താറാവ് നല്ല വേവാവും, നന്നായിട്ട് വേവും. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ചൊരു നമുക്ക് ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് വേവിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതി കൂടുതൽ വെന്തു. ഇനി നമുക്ക് ഈ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. ഇനി അധികം നേരം വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ടും വേവിക്കുക. ഇതിൻ്റെ ഒപ്പം ഞാൻ വട്ടയപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടാറ്റോ ഒക്കെ വെന്തു, ചാറ് ഒരുവിധം കുറുകിയിട്ടുണ്ട്. ടേസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടു. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിച്ച് പയ്യൊന്ന് മിക്സ് ചെയ്യാം. താറാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. നല്ല കട്ടി കൊഴുപ്പുള്ള ചാറോടുകൂടി. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൽ കുറച്ച് ഉള്ളി മൂപ്പിച്ചിടാം. ഉള്ളിയും വേപ്പിലയും മൂപ്പിച്ചിടാം. അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്കിത് മൂപ്പിക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും വേപ്പിലയും നന്നായിട്ട് മൂത്തു. അത് നമുക്ക് താറാവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചാറെടുത്ത് ആ പാത്രം ഒന്ന് വടിച്ചൊഴിക്കുക. അപ്പോൾ അത് നമ്മുടെ അടിപൊളി താറാവ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും താറാവ് കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ.